ക്രിസ്മസിന് ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്ലം കേക്ക് ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിച്ചു. അപ്പോൾ പിന്നെ എവിടെ നോക്കിയാലും പ്ലം കേക്ക് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ജെല്ലി ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ 1 ലിറ്റർ പാലിലോട്ട് പഞ്ചസാരയും വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പം അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുക. അത് ഇതുപോലെ ആക്കി വെക്കുക. ഇനി നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കുക. അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു കസ്റ്റേർഡിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ക്രീമായിട്ടുള്ള കസ്റ്റേർഡ് കിട്ടും കേട്ടോ. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി കുറച്ച് ഫ്രൂട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ആപ്പിളും ചെറിയ പഴവും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് നട്ട്സുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാനില സ്പഞ്ച് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് കേക്ക് ഇതുപോലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയാലും മതി. നിങ്ങൾക്ക് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ച് ജ്യൂസ് ഈ കേക്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ തന്നെ ലെവൽ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ജെല്ലിയില്ലേ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. താങ്ക് യു.